ലോകകപ്പ് ഫുട്ബോൾ മത്സരം ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കടുത്ത വാദപ്രതിവാദവും ബഹളവും. 1 മണിക്കൂറിലധികം നീണ്ട പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്കൊടുവിൽ ഫുട്ബോൾ ആരാധകർക്കായി ഇത്തവണയും ഗുരുവായൂർ ടൗൺ ഹാളിൽ ബിഗ് സ്ക്രീനിൽ ലോകകപ്പ് മത്സരം പ്രദർശിപ്പിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. കൗൺസിലിന്റെ അജണ്ടകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ബിഗ് സ്ക്രീൻ പ്രദർശനത്തിനെതിരെ UDF നൽകിയ കത്തുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷം ചർച്ചയ്ക്ക് തുടക്കമിട്ടതാണ് ബഹളത്തിന് കാരണമായത്. അജണ്ടയിലില്ലാത്ത വിഷയം ഉന്നയിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് UDF BJP അംഗങ്ങൾ ആരോപിച്ചു. കോൺഗ്രസിലെ ആൻഡോ തോമസാണ് കത്ത് നൽകിയതെന്ന് ഭരണപക്ഷം സംശയം പ്രകടിപ്പിച്ചുവെങ്കിലും താൻ അങ്ങനെയൊരു കത്ത് നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദന്റെ നിർദ്ദേശപ്രകാരം ക്ലർക്ക് കത്ത് വായിച്ചപ്പോഴാണ് അത് പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് നൽകിയതാണെന്ന് വ്യക്തമായത്. ഇതോടെ ആൻഡോ തോമസിനെതിരായ തെറ്റായ പരാമർശം നടത്തിയതിന് ചെയർമാൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ബഷീർ പൂക്കോടിന്റെ നേതൃത്വത്തിൽ UDF അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി. പിന്നാലെ ഭരണപക്ഷവും നടുത്തളത്തിലിറങ്ങിയതോടെ യോഗം ബഹളത്തിൽ കലാശിച്ചു. BJPയിലെ ശോഭാ ഹരിനാരായണൻ നടത്തിയ പരാമർശങ്ങളെ ചൊല്ലിയും ഭരണപക്ഷവുമായി തർക്കമുണ്ടായി. ഗുരുവായൂർ ഫുട്ബോൾ അക്കാദമി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭയുമായി സഹകരിച്ച് ബിഗ് സ്ക്രീൻ പ്രദർശനം നടത്താൻ തീരുമാനിച്ചത് എന്ന് അധികൃതർ വ്യക്തമാക്കി. പ്രദർശനവുമായി നഗരസഭ മുന്നോട്ടു പോകുമെന്നും ഇതിനായി നേരിട്ട് സ്വാഗത സംഘം വിളിക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചതോടെയാണ് തർക്കങ്ങൾക്ക് സമവായമുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ബിഗ് സ്ക്രീൻ വിവാദവുമായി ബന്ധപ്പെട്ട പോലീസ് കേസുകളിൽ ഉൾപ്പെട്ടവർ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല. തങ്ങളെ കയ്യേറ്റം ചെയ്തതായി നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാർ നൽകിയ പരാതിയിൽ പ്രതികളായ CPM കൗൺസിലർമാരായ AS മനോജ്, എറിൻ ആന്റണി എന്നിവരാണ് യോഗത്തിൽ നിന്നും വിട്ടുനിന്നത്. ഇവർക്കെതിരെ പരാതി നൽകിയ സെക്രട്ടറി അഭിലാഷ് കുമാറും കൗൺസിലിൽ ഉണ്ടായിരുന്നില്ല. TCV ഗുരുവായൂർ.